ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം ഇപ്പോൾ വലിയ നോമ്പിൻ്റെ പുണ്യനാളുകളിലൂടെ കടന്നു പോവുകയാണല്ലോ. ഇന്ന് നാം ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില വചനങ്ങളാണ്. യേശു ഇവിടെ നമ്മോട് ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ആത്മീയ ജീവിതം പണിതിരിക്കുന്നത് എന്തിനു മേലാണ്? മണൽപ്പുറത്തോ അതോ പാറമേലോ? ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൻ്റെ അടിത്തറ പരിശോധിക്കാനുള്ള സമയമാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായി 7:21 നോമ്പുകാലത്ത് നാം ധാരാളം പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്, പള്ളിയിൽ പോകാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ ചുണ്ടുകളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ? പ്രവചിക്കാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും എളുപ്പമാണ്. എന്നാൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ വലിയ സമർപ്പണം വേണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പിന് അർത്ഥമുള്ളൂ. അനീതി പ്രവർത്തിക്കുന്നവരെ ദൈവം അറിയുന്നില്ല എന്ന കടുത്ത സത്യം നാം വിസ്മരിക്കരുത്. യേശുവിൻ്റെ വചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവനെയാണ് പാറമേൽ ഭവനം പണിത വിവേകമതിയോട് ഉപമിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ മഴയും കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തകർച്ചകളും വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ അടിത്തറ മണൽപ്പുറത്താണ്. എന്നാൽ വചനത്തെ മുറുകെ പിടിച്ച് അനുസരണയോട് ജീവിക്കുന്നവൻ്റെ ഭവനം വീഴില്ല. കാരണം അവൻ്റെ അടിത്തറ ക്രിസ്തുവാകുന്ന പാറയിലാണ്. ഈ നോമ്പുകാലത്ത് വചനം വെറും വായനയല്ല, മറിച്ച് അത് നമ്മുടെ ജീവിതചര്യയായി മാറണം. പ്രിയമുള്ളവരെ, അധികാരമുള്ളവനെ പോലെ സംസാരിച്ച യേശു ഇന്ന് നമ്മോടും ആവശ്യപ്പെടുന്നത് ആത്മീയമായ ഉറപ്പാണ്. നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ശുദ്ധി പുലർത്താം. പ്രതിസന്ധികൾ വരുമ്പോൾ വചനത്തിൽ അഭയം പ്രാപിക്കാം. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രവർത്തിക്കാം. ആഡംബരങ്ങളില്ലാത്ത ഹൃദയശുദ്ധിയുള്ള ഒരു നോമ്പുകാലമാകട്ടെ നമ്മുടേത്. മണൽപ്പുറത്തെ താൽക്കാലിക സന്തോഷങ്ങളല്ല, പാറമേൽ പണിത ഉറപ്പുള്ള ആത്മീയത നമുക്ക് സ്വന്തമാക്കാം. അവിടുത്തെ വചനം നമ്മുടെ പാതകളിൽ വെളിച്ചമാകട്ടെ. ഏവർക്കും അനുഗ്രഹീതമായ ഒരു വലിയ നോമ്പുകാലം ആശംസിക്കുന്നു. നന്ദി.